ഈ പാകിസ്ഥാന് ചൈന ഒരുപാട് ആയുധ സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആ ആയുധം പോലും ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അറിയാത്തത് കൊണ്ട് തന്നെ അത് ശരിക്കും ചൈനയിൽ നിന്ന് ആള് വന്നവരെ ചെയ്യുന്നുണ്ടെന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇന്ത്യ അതിനെ മറികടക്കാൻ എന്താ ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാന്റെ ആയുധങ്ങളെ എല്ലാം നമ്മൾ തകർത്തു. പക്ഷെ ഇവിടെ ഇപ്പൊ ചേട്ടൻ എനിക്ക് തോന്നുന്നു ചേട്ടൻ ചോദിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാകിസ്ഥാന് നമ്മളുടെ സൈനിക താവളങ്ങളുടെ ഒക്കെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ സഹായിച്ചത് ഈ ചൈനീസ് സാറ്റലൈറ്റ് ആണ്. അതല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്? ആ ചൈനീസ് സാറ്റലൈറ്റുകള് അവർക്ക് ഉപഗ്രഹങ്ങളൊക്കെ കൂടുതലാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ പറയുന്ന സൈനിക താവളങ്ങളെ, വ്യോമതാവളങ്ങളെ, അതായത് മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ അപ് ടു ബോട്ടം സ്പോട്ട് ഔട്ട് ചെയ്തിട്ടാണ് പാകിസ്ഥാന്റെ മിസൈൽസും അതെല്ലാം വന്നത്. അത് അവർക്ക് സഹായകമാണ്. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഉപഗ്രഹങ്ങൾ അതിലേക്കൊക്കെ അവര് അത്രത്തോളം മികവിലേക്കൊക്കെ എത്തിയിട്ടില്ല. മതമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇതൊന്നും ഉണ്ടല്ല. അവിടെയും ചൈനീസ് സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പോരായ്മ ഉണ്ടായതും നമ്മൾ പറയണമല്ലോ. ഈ പറയുന്ന പോലെ മെയ്യിലാണ് പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഈ ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത് പഴയ കാർട്ടോസാറ്റ് ഉപഗ്രഹങ്ങളെയും വിദേശ വാണിജ്യ ഉപഗ്രഹങ്ങളെയും ഒക്കെയാണ്. വിദേശീയരുടെ പലതരത്തിലുള്ള ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഉപഗ്രഹങ്ങളെയൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചത്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈ വിവരങ്ങളൊക്കെ തത്സമയം ലഭിക്കുന്നതിനനുസരിച്ചിട്ട് ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങൾ കൂടി കുറച്ച് അവിടെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. സംശയമുണ്ട്. അതും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പോരായ്മ തന്നെയാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മികച്ചു നിന്നു. നമ്മുടെ എക്യുപ്മെന്റ്സ്, അതായത് യുദ്ധ ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ എല്ലാവരും വന്നിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ആ ഒരു രീതിയിൽ ഉപഗ്രഹങ്ങളുടെ അതായത് ബഹിരാകാശത്ത് നമ്മൾക്ക് കുറച്ച് കുറവുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനെ മറികടക്കണം. അതിനെ മറികടക്കാനായിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതെ, ഇനി അങ്ങനെ ഒരു ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുത്. ഇതുവരെയും നമ്മൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഇത്രത്തോളം നമ്മൾ മികച്ചു വന്നതും നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബഹിരാകാശ യുദ്ധം നടത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മളവിടെ ബഹിരാകാശത്ത് ഒരു കവചം തന്നെ തീർക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ വരുന്നത്. കവചം. അപ്പൊ ഇതിനെല്ലാം മറികടക്കണമല്ലോ. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സാധിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ബഹിരാകാശ കവചത്തിലേക്കും നമ്മൾ വരികയാണ്. അതിനെ SBS-3 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒരു മാസമായിട്ട് ഉപഗ്രഹ വിക്ഷേപണം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ നടത്തുകയാണ്. എന്താ പറയാ, 26,968 കോടിയുടെ ഒരു വമ്പൻ പ്രോജക്റ്റാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. അതെ, ചെയ്യാൻ പോകുന്നത് അത്രയും വലിയൊരു പ്രോജക്റ്റാണ്. 2010 36 സൈനിക ഉപഗ്രഹമാണ് ചൈനയ്ക്ക് ബഹിരാകാശത്തുണ്ടായിരുന്നത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അപ്പൊ അത്രേ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2024 കണക്ക് നോക്കുമ്പോ 1000-ലധികം ഉപഗ്രഹങ്ങൾ ചൈനയുടേതായിട്ട് ബഹിരാകാശത്തുണ്ട്. ഈ 2024 വരുമ്പോഴേക്കും അത്രയും ഉപഗ്രഹങ്ങൾ. അതെ, ഇതില് 360 എണ്ണം രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കൂടാതെ ഇവർ വേറൊരു പ്രോജക്റ്റ് കൂടി വരുത്തുന്നുണ്ട് എന്നുള്ളത് അമേരിക്കൻ സ്പേസ് ഫോഴ്സിന്റെ ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് ഉപഗ്രഹങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ, ലേസർ ആയുധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു കിൽമെഷ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ചൈന വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഭീഷണിയാവും. അപ്പൊ ഇതിനെ മറികടക്കുന്നതിന് US-ന് അതിന് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ചൈന ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടാണ് എന്ന് നിൽക്കുന്നത്. അവർക്ക് അതിൻ്റെതായ ആവശ്യങ്ങൾ അവിടെയുണ്ട്. ആ ആവശ്യങ്ങളെ കൊണ്ടാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ
ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് അടുത്തിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഇങ്ങനെയാണ്: ബഹിരാകാശമാണ് ആത്യന്തികമായിട്ടുള്ള യുദ്ധഭൂമി. നമ്മൾ അത് ഇപ്പോൾ സുരക്ഷിതമാക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അന്ധരായി പോകും. അതായത് അദ്ദേഹത്തെ പോലെ ഒരാള് ആ ഒരു പോസ്റ്റിലിരുന്ന് ഇത് പറയുന്നത് അത് എത്രത്തോളം നമ്മൾ സെക്യൂർഡ് ആകേണ്ടതിന്റെ ആവശ്യമാണ്. ബഹിരാകാശത്ത് നമ്മളുടെ കൈപ്പിടി കൂടി അവിടെ ഉണ്ടാകണം എന്നുള്ളതിന്റെ ആവശ്യകത കൂടി അവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇന്ത്യ SBS-3 എന്ന് പറയുന്ന പ്രോജക്റ്റുമായിട്ട് രംഗത്ത് വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 52 ഉപഗ്രഹങ്ങളാണ് നമ്മൾ അവിടെ വിക്ഷേപിക്കാൻ പോകുന്നു. ചൈനയ്ക്ക് 1000 ഉണ്ട്. നമുക്ക് അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അവിടെ മേൽക്കൈ ചെയ്യുന്നുണ്ടല്ലോ. അതെ, അതും അതിന്റെ പോരായ്മകൾ കൂടിയുണ്ട്. ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ളതായിരിക്കും ഇന്ത്യ വിക്ഷേപിക്കാൻ 52 എണ്ണം. അപ്പോൾ ഈ ഉപഗ്രഹങ്ങളിലൊക്കെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ, തെർമൽ ഇമേജിംഗ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഉപഗ്രഹങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും സാധിക്കും. ബഹിരാകാശത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയച്ച് വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു കാലതാമസം അവിടെ ഒഴിവാകുന്നുണ്ട് ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയവിനിമയം കൊണ്ട്. അപ്പൊ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിർത്തികൾ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം അവിടെ ഉണ്ടാകും. അപ്പോൾ അത് ഈ ഒരു കാര്യം പറഞ്ഞത്, ഈ 5 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തണമെന്ന് പറഞ്ഞത് ISRO ചെയർമാൻ സോമനാഥ് മുൻപ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ ISROയ്ക്ക് പുറമെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പോലുള്ള സ്വകാര്യ ഇന്ത്യൻ കമ്പനികളും കൂടി പങ്കാളികളാവും. ഈ ടാറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ മുമ്പേ സംസാരിച്ച ഒരു കാര്യത്തിൽ ചേട്ടന് ഓർമ്മ വന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതെ, അപ്പൊ അത്തരത്തിലുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ ചൈനയെ നമ്മൾ ഒരു ബഹിരാകാശ യുദ്ധം നടത്തി തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. ആ പ്ലാൻ എന്നുള്ളതിലേക്ക് ഇപ്പൊ ഇവിടെ പറയുമ്പോൾ പ്ലാൻ ബി എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ആ പ്ലാനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൈനക്ക് 1000 ഉപഗ്രഹം ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച ഒരു വിഷയമാകില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 52 എണ്ണം ഉണ്ട്. ഈ 52 എണ്ണത്തെ കൊണ്ട് ഈ 1000 ഉപഗ്രഹങ്ങളെക്കാൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെങ്കിൽ ടാറ്റയൊക്കെ കൂടെ അത് ഉൾപ്പെടെയുള്ള മറ്റു കമ്പനികളുണ്ട്. അപ്പൊ ഈ 52 എണ്ണം എന്ന് പറയുന്നത് 1000 എണ്ണത്തേക്കാൾ കവച്ചു വെക്കുന്ന പ്രകടനം നടത്തുന്നവയാണെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും ബഹിരാകാശത്തും ആധിപത്യം ഉണ്ടാവുക.